പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രയാസങ്ങളുമായിട്ട് കാണാൻ വരുന്നവർ അവരുടെ ദുരിതങ്ങൾ വിവരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വീട്ടിൻ്റെ ഈ ഭാഗത്ത് ഞാൻ ഈ പറയുന്ന 5 വസ്തുക്കളിൽ ഏതെങ്കിലും ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവരത് കേട്ട് കഴിഞ്ഞിട്ട് ഒട്ടുമിക്ക ആൾക്കാരും പറയും, ദാ ഇങ്ങനൊരു കാര്യം അവിടെ ഉണ്ട്, അത് അവിടെ ഇരിപ്പുണ്ട് എന്നുള്ള രീതിയിൽ പറയും. ഞാൻ പറയും, നിങ്ങളുടെ സമയം എന്താവട്ടെ, ശുക്രനാവട്ടെ, വ്യാഴനാവട്ടെ, അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ വീട്ടിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ എടുത്ത് മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമായിട്ടുള്ള അവസ്ഥയായിരിക്കും. ദുരിതങ്ങൾ മാറിക്കിട്ടുകയില്ല. ധനപരമായിട്ട് നിങ്ങൾ വളരെ അധപതനത്തിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം വന്നാണല്ലോ, ഇത് ഏത് ഭാഗമാണ്, ഏതിനെക്കുറിച്ചാണ് പറയുന്നത്? കാര്യം കന്നിമൂലയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. കന്നിമൂലയിൽ മോശപ്പെട്ട കാര്യങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ആ വീട്ടിൽ വിഘ്നേശ്വര പ്രീതിയൊന്നും കിട്ടില്ല, തടസ്സങ്ങളൊക്കെ ഒരുപാട് വന്നു ചേരും എന്നറിയാം. ഇതുപോലെ തന്നെ ഏറെ പവിത്രമായിട്ടുള്ള ഒരു സ്ഥാനമാണ് വടക്ക് കിഴക്ക് ഭാഗം, അല്ലെങ്കിൽ വടക്ക് കിഴക്ക് മൂല എന്ന് പറയുന്നത്. ഇത് ഈശാന കോണ് എന്നറിയപ്പെടുന്നു. കുബേരന്റെ വാസസ്ഥാനമായിട്ടാണ് ഇത് പറയപ്പെടുന്നത്. ഈ ഭാഗത്ത് പ്രധാനമായിട്ടും ഞാൻ ഈ 5 വസ്തുക്കളെ വയ്ക്കാൻ പാടില്ല എന്ന് എടുത്തു പറയാറുണ്ട്. ചില വസ്തുക്കളിരുന്ന് അത്ര പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഈ 5 വസ്തുക്കൾ ഒരിക്കലും അവിടെ ഇരിക്കരുത്. അത് വ്യത്യസ്തമായിട്ടുള്ള ദുരിതങ്ങളെ ആയിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുക. അപ്പോൾ അത് ഏതൊക്കെ വസ്തുക്കളാണ്, അതിൻ്റെ ദുരിത സാധ്യതകൾ എന്തൊക്കെയാണ്, അത് മാറ്റേണ്ടുന്നതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, നിങ്ങളുടെ ഈശ്വരവിലാസമൊക്കെ വളരെ മെച്ചപ്പെട്ടു വരാൻ ഈ ഒരു അറിവ് വളരെയധികം സഹായിക്കുന്നതുമാണ്. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാരസംബന്ധമായ, ജ്യോതിഷ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ ഈ വടക്ക് കിഴക്ക് മൂല അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗം ഈശാന കോണാണ് ഇതെന്ന് പറഞ്ഞു. അത് ധനാധിപതിയായിട്ടുള്ള കുബേരൻ്റെ സ്ഥാനമാണെന്ന് പറഞ്ഞു. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ പൂജാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പൂജാ റൂമൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനമാണ്. മംഗളകരമായിട്ടുള്ള വസ്തുക്കൾ വയ്ക്കാൻ വളരെ ഗുണകരമാണ്. പക്ഷെ പലപ്പോഴും പലരും പൂജാമുറിയൊന്നും അവിടെ വയ്ക്കാതെ അവിടെ ഒരു ഫ്രിഡ്ജ് കൊണ്ടുവയ്ക്കും. ഒരു ഫ്രിഡ്ജ് വില കൂടിയതല്ലേ, അതുകൊണ്ട് എന്താ കുഴപ്പം എന്നാണ് പലരും കരുതുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മത്സ്യം കാണും, വേറെ പല പഴകിയ ഭക്ഷ്യവസ്തുക്കൾ കാണും. അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഫ്രിഡ്ജ് അവിടെ വയ്ക്കരുത്. ഭാരമേറിയ വസ്തുക്കൾ, ഇതുപോലെ അലമാരയും ആ ഭാഗത്ത് ഗുണകരമല്ല എന്നാണ് പറയുന്നത്. എന്നാൽ ചെറിയ പണപ്പെട്ടി അവിടെ സ്ഥാപിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അലമാരയാകുമ്പം അതിനകത്ത് വളരെ വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, ഒരുപാട് ലോഡ് കൂടുന്ന കാര്യങ്ങൾ വയ്ക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അലമാര അവിടെ പാടില്ലാത്തതാകുന്നു. പിന്നെ ടോയ്ലറ്റ് അവിടെ വരാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് ധാരണയുണ്ടല്ലോ. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വടക്ക് കിഴക്ക് മൂലയിൽ ഞാൻ 5 വസ്തുക്കൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ 5 വസ്തുക്കൾ ഏതൊക്കെയാണ് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈശാന കോണിൽ വയ്ക്കാൻ പാടില്ലാത്ത ആദ്യത്തെ വസ്തു എന്ന് പറഞ്ഞാൽ ഉടഞ്ഞതായിട്ടുള്ള മൺപ്ലേറ്റുകൾ, ഗ്ലാസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഈ ഉടഞ്ഞ മൺപ്ലേറ്റും ഗ്ലാസ്സും ഒന്നും പൊതുവിൽ നമ്മൾ വീട്ടിനകത്ത് വയ്ക്കാറില്ല, പുറത്ത് കൊണ്ടായാണ് വയ്ക്കാറുള്ളത്. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ കണ്ടത്, അവരുടെ വീട്ടിലൊരു കൃഷ്ണൻ്റെ ചിത്രമുണ്ട്, ചില്ലിട്ട ചിത്രമാണ്. അത് നെടുകെ കുറുകെ കുറച്ച് പൊട്ടലുകളുണ്ട്. അവരെന്നിട്ട് അത് ആ ഭാഗത്ത് വച്ചിരിക്കുകയാണ്. ഭഗവാന്റെ ചിത്രമല്ലേ എന്നാണ് അവരുടെ ചോദ്യം. ഞാൻ പറഞ്ഞു, ഭഗവാന്റെ ചിത്രം, അതിന് കേടുപാടുകളൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇതിൻ്റെ മുൻഭാഗത്ത് ചില്ലിന് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ചിത്രം തന്നെ വെട്ടിമുറിച്ചതുപോലെയാണ് കാണപ്പെടുന്നത് ഒറ്റ കാഴ്ചയിൽ തന്നെ. അത് ഒരു ദോഷകരമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും കുറച്ച് തുക, ഒരു 10-100 രൂപയ്ക്കകത്ത് മാറാവുന്ന ഒരു ഗ്ലാസ്സാണ്. അതിന് ഗ്ലാസ് മാറിയിട്ടാൽ പഴയ ചിത്രം നല്ല ഭംഗിയായിട്ടിരിക്കും. അവർക്കത് മാറാൻ പറ്റും. ഒരുപാട് ബാധ്യതകളിൽ നിൽക്കുന്ന ഒരു കുടുംബക്കാരാണ്. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തത്, അതിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കൂ, നിങ്ങൾ വേറെ പൈസയൊന്നും കൊടുക്കണ്ട, നിങ്ങൾക്ക് അത് മാറിത്തരാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. കാര്യം എനിക്ക് പരിചയമുള്ള ഒരാളാണ്, ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ ഗ്ലാസ് അതിന് മാറിയെടുക്കുകയും പിന്നീട് ആ കുടുംബത്തിൽ തന്നെ ഇളയ
കുട്ടിക്ക് സർക്കാർ തലത്തിൽ ജോലി കിട്ടി, ആ മോക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് അധിക കാലമായില്ല, 6-7 മാസം കഴിഞ്ഞപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായി വന്നത്. അപ്പോൾ നിസ്സാരമായിട്ട് നമ്മൾ കരുതുന്ന ഒരു കാര്യമാണ് ഒരു ഉടഞ്ഞ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും മൺപാത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും മൂലയ്ക്ക് എന്നുള്ള സങ്കല്പത്തിൽ ഈ ഈശാന മൂലയിൽ മാറ്റി വെച്ചിരിക്കുക. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം മുഷിഞ്ഞ വസ്തുക്കൾ എന്നുള്ളതാണ്. ഇപ്പം ഒരു പൂജാമുറിയൊക്കെ ഒരു ഈശാന കോണിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവർ അവിടെ മുഷിഞ്ഞ വസ്തുക്കൾ കൊണ്ടിടുകയില്ലായിരിക്കാം. പക്ഷെ ഇതിനെക്കുറിച്ച് വലിയ ബോധ്യമൊന്നും ഇല്ലാത്ത ഒരാൾ അവിടെ ഒരു ചെറിയ ബക്കറ്റൊക്കെ വെച്ചിട്ട് അതിൽ കുറച്ച് മുഷിഞ്ഞ വസ്തുക്കളൊക്കെ കൊണ്ടിടാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ അവിടെ മുഷിഞ്ഞ വസ്തുക്കളോ മറ്റോ ഒക്കെ കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ദുർവാസം അഥവാ ദുർദേവതാ സാന്നിധ്യങ്ങൾ വർദ്ധിക്കുകയും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് രോഗത്താൽ വന്നുകൂടുമെന്നാണ് പറയുന്നത്. ഒരാൾക്കൊരു രോഗം വരികയും അതിന് ഒരുപാട് ചെലവ് വന്നുകൂടുകയും പിന്നീട് അത് വർദ്ധിച്ച് അവർക്ക് നിൽക്കക്കളിയില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു ചേരും എന്ന് പറയപ്പെടുന്നുണ്ട്. മൂന്നാമത്തത് ഫിഷ് ടാങ്ക് എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ അലങ്കാര മത്സ്യങ്ങളൊക്കെ പലരും മേടിച്ച് വെക്കാറുണ്ട്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ വീട്ടിനകത്ത് അലങ്കാര മത്സ്യങ്ങൾ വെക്കുന്നതിന് 2 തരം അഭിപ്രായമുണ്ട്. വീട്ടിനകത്ത് അലങ്കാര മത്സ്യങ്ങൾ വെക്കുമ്പോൾ അത് നിരന്തരം ചത്തുപോവുകയാണെങ്കിൽ അത് ദോഷകരമാണ്, അതുകൊണ്ട് അത് വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ അത് ഹാളിലോ മറ്റോ വയ്ക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷെ നിർബന്ധമായിട്ടും വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്ന 2 സ്ഥാനങ്ങൾ, ഒന്ന് കന്നിമൂലയ്ക്കലും ഒന്ന് അതുപോലെ തന്നെ ഈശാന കോണിലുമാണ്. ഈശാന കോണിൽ ഒരിക്കലും പാടില്ല എന്നതിന് അവിടെ വെച്ച് അതിനകത്ത് മത്സ്യങ്ങളല്ലേ, അതിന് കുറച്ച് പ്രാണമല്ലേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അത് പെട്ടെന്ന് മരണപ്പെട്ടു. അത് തുടർച്ചയായിട്ട് അങ്ങനെ മരണപ്പെട്ടു പോകുമ്പോഴൊക്കെ അവിടെയുള്ള വ്യക്തികളുടെ ജീവന സ്ഥാനങ്ങൾക്കും വലിയ കേടുപാടുകൾ വരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അതായത് അവിടെ ജീവിച്ചു പോരുന്നവരുടെ ജീവനും ചെറിയ ചെറിയ ദോഷങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. ഒരു കാരണവശാൽ ഈ ഭാഗത്ത് മീൻ ടാങ്ക് വയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നാലാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ടേ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. അപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. നാലാമത്തത് തോല് കൊണ്ടുള്ള വസ്തുക്കൾ, പ്രത്യേകിച്ച് ചെരുപ്പ് പോലുള്ള വസ്തുക്കൾ. ഇത് ഈ ഈശാന കോണ് വടക്ക് കിഴക്കേ മൂല ഭാഗത്ത് ഒരിക്കലും ഉണ്ടാവരുത്. ചിലപ്പോൾ ഒരു ആണി തറച്ചിട്ട് അവിടെ ഒരു ബാഗ് കൊണ്ടിടുകയാണ്, തുകല് കൊണ്ടുള്ള ബാഗ്, അതുപോലും പാടില്ല എന്നാണ് പറയുന്നത്. ആ സ്ഥാനത്തല്ല അത് തൂക്കിയിടുക. ചിലപ്പോൾ ഒരു തൊപ്പി കൊണ്ടുവയ്ക്കുകയാണ്, അതും പാടില്ലാത്തതാണ്. മുഷിഞ്ഞ വസ്തുക്കളെ പോലെ തന്നെ ചെരുപ്പ്, തുകല് കൊണ്ടുള്ള വസ്തുക്കളൊന്നും ഈ ഭാഗത്ത് വെച്ചേക്കരുത്. അത് കടത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. കടം നമുക്ക് കൂട്ടിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കണം. 5ാമത്തെ കാര്യം മരിച്ചു പോയവരുടെ ചിത്രങ്ങൾ എന്നുള്ളതാണ്. അതായത് ഇത് ദേവതാസ്ഥാനമാണെന്ന് നമ്മൾ പറഞ്ഞു. അത് ഒരിക്കലും മരണപ്പെട്ടുപോയി പിതൃസ്ഥാനീയരായിട്ടുള്ള ആൾക്കാരുടെ സ്ഥാനമല്ല. അത് നമുക്ക് വടക്ക് നിന്ന് കിഴക്കോട്ട് വയ്ക്കാവുന്നതാണ്, മറ്റേതെങ്കിലും മുറി. പക്ഷെ ഇവിടെ ഒരിക്കലും ഈശ്വരന്മാരുടെ ചിത്രങ്ങൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ മരണപ്പെട്ടു പോയവരുടെ ചിത്രങ്ങൾ ഈ സ്ഥാനത്ത് വയ്ക്കരുത്. അങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ അവിടെ ഒരു ആൾക്ക് മൃതി ഉണ്ടായിട്ട് മോക്ഷം ഉണ്ടായിട്ടില്ലെങ്കിൽ ആ മോക്ഷമില്ലാത്ത വ്യക്തിയുടെ സാന്നിധ്യം വ്യക്തമായിട്ട് വീട്ടിൽ പ്രവേശിച്ചിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്ത് അങ്ങനെ വച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിന്റെ ഈശാന കോൺ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഈ വസ്തുക്കളോ അല്ലെങ്കിൽ ഇതുപോലെ മോശം നമുക്ക് ജ്വലിപ്പിക്കുന്ന ചില വസ്തുക്കളുണ്ടല്ലോ, പ്രധാനമായിട്ടും അഴുക്ക് നിറഞ്ഞ ചില കാര്യങ്ങൾ, ബേസ് ബോർഡുകൾ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വയ്ക്കുകയാണെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റുക. ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൂട്ടിയിടാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ കൊടുക്കുക കേട്ടോ. അത് നമ്മുടെ വീടിന് കൂടുതൽ ഉണർവ് കിട്ടും. ഈ ഭാഗത്ത് ദൈവികമായ ചിത്രങ്ങളാണോ അല്ലെങ്കിൽ പ്രതിമകളോ മറ്റൊക്കെ വച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വിപരീതമായിട്ട് നമുക്ക് ഐശ്വര്യങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്നതാണ്. നമ്മൾ ഈ നെഗറ്റീവായിട്ടുള്ള വസ്തുക്കൾ മാറ്റി ഇനി അവിടെ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള വസ്തുക്കൾ വെച്ച് നോക്കൂ. നമ്മുടെ വീട്ടിലെ ആ സ്ഥിതി പൂർണ്ണമായിട്ട് മാറി നല്ല കടാക്ഷമുള്ള ദൈവിക സാന്നിധ്യമുള്ള വീടായിട്ട് മാറും. അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോയിൻമെൻറ്റിൻ്റെ മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്.
നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദ്ര മഠം. നമസ്തേ.